നിന്നെ കണ്ടിട്ടൊരു പൂവാന്റെ ലുക്കുണ്ടല്ലോടാ. ഇല്ല സാറേ. ഇതെന്തിനാ മീശ താഴോട്ട് വളർത്തേക്കുന്നത്? അയ്യേ അച്ഛന്റെ ഓർമ്മക്കായിട്ട് അമ്മ വെക്കാൻ പറഞ്ഞിട്ട് വെച്ചാക്കണാണ് സാറേ. ഒറ്റ അലക്കലക്കണ്ടല്ലോ കരിന്ത ചറങ്ങിയേക്കവൻ. സാർ ഇവന്റെ പേര് റെജി. കോളേജിലെ ക്യാൻറ്റീനിലാണ് പണി. ഇവനാണ് ആദ്യം ബോഡി കണ്ടത്. കോളേജിന്റെ പരിസരത്തല്ല ക്യാൻറ്റീൻ. പിന്നെ താനെന്തിന്റെ ഹോസ്റ്റലിലെ പിന്നെ അപ്പുറത്ത് പോയത്? ആ ഇടിഞ്ഞു കിടക്കുന്ന സ്ഥലത്തും മതലിനൊരു വിടവുണ്ട് സാറേ. അതിനെ കൂടിയാണ് ഞാൻ എപ്പോഴും പോകുന്നത്. സാറേ ഇയാളാണ് ബോഡി ആദ്യം തിരിച്ചറിഞ്ഞത്. അറിയാതെ തിരിച്ചറിഞ്ഞാണ് സാറേ. ഇനി എന്റെ സ്വന്തം ബോഡിയാണെങ്കിൽ പോലും തിരിച്ചറിയില്ല. താൻ പേടിച്ചു പോയോ? എടോ, താൻ പറഞ്ഞത് നല്ല കാര്യമല്ലേ? വല്ലതും കഴിച്ചാ? ഇല്ല സാർ. അവൻ ആവശ്യത്തിൽ മേടിച്ചു കൊടുക്ക. എനിക്കൊരു ബിരിയാണി കുഴിമന്തി. എന്നാ പിന്നെ എനിക്ക് പൊറാട്ടയും ബീഫ് ഫ്രൈയും. ഇയാളാരാ? കയ്യാലപ്പറമ്പിൽ മത്തായുടെ മോനാ കുട്ടൻ. രാവിലെ തന്നെ പൂര ഫിറ്റാ സാറേ. ബോഡി അവിടെ കൊണ്ടിട്ടവനെ അവൻ കണ്ടു എന്നാ പറയുന്നത്. പറയടാ, എന്താ നീ കണ്ടത്? ദിലീപിന്റെ സിനിമ സെക്കൻഡ് ഷോ. സാർ അതിൽ കള്ളന്റെ വേഷം അഭിനയിച്ചിട്ടുണ്ടല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? പോരാ, ഭയങ്കര പോരാ. സാറൊരു ലോക ദുരന്തോട്ടോ സാറേ. പറയാ സാറേ, എന്റെ ഒന്നും ചെയ്യല്ലേ സാറേ. എന്നിട്ട് ഇതിനെ കാളെ മനസ്സിലായോ? ഇല്ല, പക്ഷെ അമിതാഭ് ബച്ചന്റെ പൊക്ക ആൾക്ക്. അമിതാഭ് ബച്ചൻ സാറേ ഞാനെന്താ ലീവായിരുന്നിട്ടാ. സർ, ബീച്ച് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന വേദികയുടെ കാറിൽ നിന്നിട്ട ബാഗാണിത്. ഇതിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിന്റെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ അവസാനത്തെ ഔട്ട് ഗോയിങ് കോൾസ് എല്ലാം ഒരു ഉണ്ണികൃഷ്ണൻ നമ്പറിലേക്ക്. സർ, അത് ബാലമാഷിന്റെ മകനാ. 2 ദിവസം മുമ്പ് വേദിക ഉണ്ണികൃഷ്ണന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. ഞാനാ വഴി കാണിച്ചു കൊടുത്തേ. സർ, ഇന്നലെ പോലീസ് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിനെ കസ്റ്റഡിയിലെടുത്തത് ഈ ഉണ്ണികൃഷ്ണനെ തന്നെയാണ്. ആ ചെക്കൻ എപ്പോഴാ പറഞ്ഞേച്ച്? സാറ് പറഞ്ഞതുകൊണ്ട് കേസൊന്നും ചാർജ് ചെയ്തില്ല. മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത ശേഷം അയാളെ പറഞ്ഞയച്ചു. ഇവിടെ അയാളുടെ ബൈക്ക് വെച്ചിട്ടുണ്ട്. പിഴയടിച്ച് വാങ്ങാൻ പറഞ്ഞിരുന്നു, വന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടത് പുലർച്ചെ 4-നും 5-നും ഇടയിലാണ്. മൃഗീയമായി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മരണത്തിന് കാരണം തലക്കെറ്റ ക്ഷതം. ഉണ്ണികൃഷ്ണനെ പറഞ്ഞയച്ചത് വെളുപ്പിന് 3 മണിക്ക് ശേഷമാണ്. അപ്പോൾ പ്രതി ബോഡി കൊണ്ടിട്ടത് 5 മണിക്ക് ശേഷമായിരിക്കും. വെളുപ്പിന് 5 മണിക്ക് നീ ഏത് തിയേറ്ററിലാണ് സെക്കൻഡ് ഷോ കണ്ടത്? യുമാരുടെ മൊഴി എടുത്തിട്ട് പറഞ്ഞോട്ടേ. സാർ, കളക്ട് ഫുൾ ഡീറ്റെയിൽസ് ഓഫ് ഉണ്ണികൃഷ്ണൻ. സർ, സർക്കാരിന് നിർദ്ദേശം നൽകി. വേദിക കൊലക്കേസ് അന്വേഷണം 6 അടി 4 ഇഞ്ച് ഉയരമുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് സിനിമാ നടൻ ക്യാപ്റ്റൻ രാജുവിനെ ചോദ്യം ചെയ്തേക്കും. വാർത്തകൾ വിശദമായി. രാമേന്ദ്രൻ വരാൻ പറഞ്ഞു. വിദ്യാർത്ഥിനി വേദികയുടെ മരണത്തിൽ അന്വേഷണം 6 അടി 4 ഇഞ്ച് ഉയരമുള്ള ആളുകളിലേക്ക് നീങ്ങുന്നതായി സൂചന. എന്താണോ ഇതൊക്കെ? കൊല്ലം ട്രാവൻകൂർ മഹാരാജാസ് കോളേജിന്റെ മെൻസ് ഹോസ്റ്റൽ കോമ്പൗണ്ടിൽ കണ്ടെത്തിയ അപ്പോഴേക്ക് ഇത് ടിവിയിലും വന്നു. തെളിവുകളും ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു സാർ. അമിതാഭ് ബച്ചൻ അല്ല സാർ കൊലയാളി. അമിതാഭ് ബച്ചൻ ഒരു ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ലണ്ടനില്ല. ആ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ പിന്നുള്ളത് ബാബു ആന്റണിയാണ്. അയാളാണ് ഇപ്പൊ ദുബായില. കീരിക്കാടനാണ് ചെന്നൈയിലും. പിന്നെ ഈ ക്യാപ്റ്റൻ രാജു ഈ പരിസരത്തുണ്ട് സാർ. സംശയിക്കാം സാർ. തന്റെ ഒരു അഭിനയവും സിനിമാക്കാരും വർമ്മയെ വിളിക്കണോ സാർ? ഇഡിയറ്റ്. ഇനി വർമ്മയായിരിക്കോ? വർമ്മ. സർ. അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ. യെസ് സർ. ഞാൻ ഈ കോളേജിലെ വൈസ് പ്രിൻസിപ്പളാണ്. എന്താണ് സാർ പ്രോബ്ലം? വേദിക വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതി ഉണ്ണികൃഷ്ണനെ കസ്റ്റഡിയിലെടുക്കാവുന്നു.
ദയവ് ചെയ്യരുത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനല്ല വേദിക കൊന്നത്. അപ്പൊന്നും കാണിക്കില്ലേ, നമുക്ക് സംസാരിച്ച് തീർക്കാം. അടുത്തേക്ക് വന്നാലും ഞാൻ ചത്തുകളെ. അയ്യോ സാറേ, ഞാൻ ഉണ്ണികൃഷ്ണന്റെ അച്ഛനാ. എന്റെ മോൻ നിരപരാധിയാ സാറേ. സാറേ, അവൻ ഒരു തെറ്റും ചെയ്യില്ല സാറേ. അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? മാറിക്കടോ. നമസ്കാരം സാർ. ഉണ്ട് സാർ, വാ വരണം സാർ. ഇരിക്കും. പ്രതിയെ എനിക്ക് കാണണം. എനിക്കറിയണം അവൻ എന്തിനാ എന്റെ മോളെ കൊന്നതെന്ന്. സർ പ്ലീസ്. ACP പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. സാറേ, ഉണ്ണികൃഷ്ണൻ എന്റെ മോനാണ് സാർ. അവനൊരു തെറ്റും ചെയ്യില്ല. ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുമോ സാർ? തീർത്ത് കളഞ്ഞാൻ അവനെ. എന്റെ മോനൊരു പാവമാണ് സാറേ. അവനൊരു തെറ്റും ചെയ്യൂല. ശിവാനന്ദ സാറേ, ചെറിയ സാറേ, എന്റെ മോൻ ഒരു പാവമാണ്. എനിക്കറിയാം ഉണ്ണി നിരപരാധിയാണ്. നമുക്ക് നല്ലൊരു വക്കീലിനെ കാണണം. ബാ. എല്ലാരും പിരിഞ്ഞു പോണം. വക്കീലിനെ കണ്ട് ജാമ്യത്തിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോളാം.